കൊച്ചിയിൽ വാണിജ്യാടിസ്ഥാനത്തുള്ള പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമാവുകയാണ്. ഇന്നലെ മുതൽ വിരളമായാണ് ഹോട്ടലുകൾക്ക് സിലിണ്ടർ ലഭിക്കുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ അധികം വൈകാതെ ഹോട്ടലുകളുടെ പ്രവർത്തനം നിലയ്ക്കുമെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അസീസ് മൂസ പറയുന്നത്. നിയന്ത്രണം സംബന്ധിച്ച് മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതകത്തിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്കാണ് രാജ്യം പോകുന്നത്. ഇപ്പോൾ അത് ആദ്യം പ്രകടമായി കാണുന്നത് ഹോട്ടൽ മേഖലയിലാണ്. വലിയ പ്രതിസന്ധിയാണോ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വൻ പ്രതിസന്ധി തന്നെയാണ് ഞങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് നാളെ കൊണ്ട് മിക്കവാറും ഹോട്ടലുകളിൽ സ്റ്റോക്കുള്ള സിലിണ്ടറുകളൊക്കെ തന്നെ തീരാൻ സാധ്യതയുണ്ട്. അത് കഴിയുമ്പോൾ ഹോട്ടലുകളൊക്കെ മിക്കവാറും അടഞ്ഞു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്ത് കയ്യിലുണ്ടെങ്കിലും ഗ്യാസ് എന്ന് പറയുന്ന സാധനം, അതായത് പാചകവാതകം ഇല്ലാതെ ഒരു വർക്കും മുന്നോട്ട് പോകാൻ ഞങ്ങളെ സംബന്ധിച്ച് സാധിക്കില്ല. കാര്യം ഇതൊരു വല്ലാത്തൊരു പെട്ടെന്നുള്ള ഒരു ആക്ഷനായി പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ബാംഗ്ലൂർ സിറ്റിയിൽ, ഇത്രയും വലിയ മഹാനഗരമായ ബാംഗ്ലൂർ സിറ്റിയിൽ ഇന്ന് മുതൽ ഇന്നത്തേക്ക് കൂടിയുള്ള പാചകവാതകങ്ങൾ മാത്രമേ പല കടകളിലും ഉള്ളൂ. അത് നാളെ മുതൽ ഈ പറയുന്ന ബാംഗ്ലൂർ സിറ്റി മിക്കവാറും ഹോട്ടലുകൾ അടഞ്ഞു കിടക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെന്നൈ, അതായത് തമിഴ്നാട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അറിയിപ്പ് പ്രകാരവും അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിൻ്റെ ആ മാനദണ്ഡം അനുസരിച്ച് കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല വിറകൊക്കെ കത്തിക്കുന്ന ഒരു അടുപ്പിലാണെങ്കിൽ. കാരണം പാത്രങ്ങൾ കറുത്തു പോകും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ല. അതായത് LPG ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ്റെ ഒരു പ്രസ്താവന കണ്ടു. 2-3 ദിവസങ്ങൾക്കകം ഇത് സർവൈവ് ചെയ്യാൻ സാധ്യതയുണ്ട്, നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്നുള്ള രീതിയിലാണ് അവരുടെ ലെറ്റർ കണ്ടത്. ഞങ്ങളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് സർവൈവ് ചെയ്യാൻ സർക്കാരിനായാൽ അത്രയും നല്ലത് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗാർഹികമായിട്ടുള്ള ഗ്യാസിന്റെ ഉൽപ്പാദനം തുടരാൻ തീരുമാനിക്കുമ്പോൾ അതിൽ പൂർണ്ണമായും ഇല്ലാതെയാക്കിയിരിക്കുന്നത് കമേഴ്സ്യൽ പർപ്പസിലുള്ള ഗ്യാസിന്റെ ഉൽപ്പാദനമാണ്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ അത് തീർച്ചയായും ബാധിക്കുക ഹോട്ടൽ മേഖലയിലാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഹോട്ടൽ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങും. ആന്റണി ഗ്രിഗറിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.